ഫുട്ബോൾ വേൾഡ് കപ്പ് കാണാനുള്ള സൗകര്യം പള്ളിമുറ്റത്ത് അറേഞ്ച് ചെയ്തു. പള്ളിയിൽ വലിയൊരു LED സ്ക്രീനുണ്ട്. അത് പോർട്ടിക്കൽ വെച്ച് ആൾക്കാരുള്ള കസേരയൊക്കെ ഇട്ടു. 1 മണിക്കൂർ മുമ്പ് ആഘോഷം തുടങ്ങി. പക്ഷെ 12:15 ആയപ്പോഴേക്കും മഴ പെയ്തു. മഴ മാറുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, പള്ളിക്കകത്തേക്ക് കളി മാറ്റ്. അങ്ങനെ ഒരു ഞായറാഴ്ചക്ക് വരുന്ന അത്ര ആൾക്കാർ പള്ളിക്കകത്തിരുന്ന് ആഘോഷമായിട്ട് കളി കണ്ടു. പിറ്റേ ദിവസം രാവിലെ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നു. എല്ലാ ദിവസം പള്ളിയിൽ വരുന്നൊരു ചെറുപ്പക്കാരനാണ്. അവൻ പറഞ്ഞു, അച്ഛാ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, പള്ളിയിൽ കളി കാണിച്ച് ശരിയായില്ല, മറ്റു മതക്കാരൊക്കെ ഉണ്ടായിരുന്നു, ശരിയായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് തെറ്റ്? പള്ളി കളി കാണിച്ചതാണോ അല്ലെങ്കിൽ മറ്റു മതക്കാർ വന്ന് കളി കണ്ടതാണോ? അവൻ പറഞ്ഞു, എല്ലാം തെറ്റാണ്. ഇവിടെ 2 പാരിഷുകളുണ്ട്, അച്ഛൻ ഏതെങ്കിലും ഹോളിലേക്ക് കളി മാറ്റിയാൽ മതിയായിരുന്നു. ഞാൻ പറഞ്ഞു, LED വോൾ അങ്ങനെ ഹോളിലേക്ക് മാറ്റാൻ പറ്റില്ല നമുക്ക്, പിന്നെ സൗണ്ട് അറേഞ്ച് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ നമ്മളങ്ങനെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയ തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും പേര് കളി കാണാൻ വന്നിരിക്കുന്നു, ഈ മഴയത്തവരങ്ങനെ തിരിച്ചു പോകും. ഈശോന് ഈ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈശോ ഹാപ്പി ആയിരിക്കും. അതുമാത്രമല്ല, നമ്മൾ ഈ പള്ളിയിൽ കുർബാനയ്ക്ക് വരുമ്പോഴും പല വിചാരത്തോടെ ഇരുന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആദ്യമായിട്ടായിരിക്കണം നമ്മുടെ പള്ളിയിൽ ഒറ്റ വിചാരത്തോടെ ആൾക്കാർ കളി കണ്ടത്. എൻ്റെ ടീം ജയിക്കണം, നല്ല കളി കാണുന്ന ഒറ്റ വിചാരത്തോടെ. പിന്നെ ഫുട്ബോൾ അത്ര മോശം കളിയൊന്നുമല്ലല്ലോ മോനെ. പക്ഷെ അവൻ സാറ്റിസ്ഫൈഡ് അല്ല, അവനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ, നമ്മൾ ഈശോനെ മനസ്സിലാക്കുന്നതിൻ്റെ കുഴപ്പമാണത്. ഇന്നത്തെ ഗോസ്പലിൽ 2ാമത്തെ തവണയാണ് ഈശോ റിജക്റ്റ് ചെയ്യപ്പെടുന്നത്. അവർ പറയുന്നത്, ഞങ്ങൾക്ക് ഇവനെ അറിയാം, ഇവൻ്റെ വീട്ടുകാരെ അറിയാം. അപ്പോൾ അവർ ഈശോനെ അറിയാമെന്ന് പറയണ. ദ സംഡ് അപ്പ് ആൻഡ് ദ കം ടു എ കൺക്ലൂഷൻ. അവർ ഈശോനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. നമുക്ക് പലർക്കും പറ്റുന്നൊരു തെറ്റാണ്, നമ്മൾ ഈശോ ഇങ്ങനെയൊക്കെയാണെന്ന് നമ്മളങ്ങോട്ട് കൺക്ലൂഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് റിജക്ഷൻ സംഭവിക്കുന്നത്. ഇപ്രാവശ്യം ഞങ്ങൾ വൈദികരെ ധ്യാനിപ്പിച്ച് ജോൺസൺ അച്ഛനൊരു കാര്യം പറഞ്ഞു. നമുക്ക് വേണ്ടത് ഭക്തിയല്ല, നമുക്ക് വേണ്ടത് ഡിസൈപ്പിൾഷിപ്പാണ്, ശിഷ്യത്വമാണ്. ഇപ്പോൾ ഒരു ആൾ ഒരു ആശാൻ്റെ അടുത്ത് പണിക്ക് പോയി. ആശാനോട് ഭയങ്കര ഭക്തിയാണ്, ആശാൻ്റെ മുമ്പിൽ തൊഴുത് കൈയോടെ നിൽക്കും. പക്ഷേ അവൻ പണി പഠിക്കില്ല. അതുകൊണ്ട് എന്താ കാര്യം? പണി പഠിക്കലല്ലേ പ്രധാനപ്പെട്ടത്, ശിഷ്യത്വമല്ലേ പ്രധാനപ്പെട്ടത്, ഈശോ പറയുന്നത് അനുസരിക്കലല്ലേ പ്രധാനപ്പെട്ടത്, ഈശോയുടെ വഴിയെ നടക്കലല്ലേ പ്രധാനപ്പെട്ടത്. അല്ലാതെ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഫുട്ബോളിൻ്റെ ഒരു ചിന്ത കൂടി പറയാം. കൽപ്പറ്റ നാരായണൻ്റെ റൊണാൾഡോയും ഞാനും എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അതിൽ കവി റൊണാൾഡോയോട് ചോദിക്കും, ലോകത്തിന് നിങ്ങൾ എന്ത് നൽകി? റൊണാൾഡോ പറയും, ഒരിക്കൽ പണിതുപേക്ഷിച്ച ബാബിൽ ഞങ്ങൾ പുതുക്കി പണിതു. പോയ 2 മാസക്കാലം ജനത ഒറ്റ ഭാഷയിൽ സംസാരിച്ചു, ഒറ്റ ഉത്കണ്ഠയിൽ ജീവിച്ചു. എല്ലാം എല്ലാവർക്കും സുഗ്രഹമായ ആ അതീതകാലം വീണ്ടും കുറഞ്ഞ കാലത്തേക്കാണെങ്കിലും നിലവിൽ വന്നു.